ശാലോം ടിവിയും തലശ്ശേരി അതിരൂപത യുവജന പ്രസ്ഥാനവും ചേർന്നൊരുക്കുന്ന യൂത്ത് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തിന് സഭ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെക്കുറിച്ചുമുള്ള യുവജനങ്ങളുടെ സംശയങ്ങൾക്ക് ഇന്ന് ഉത്തരം തരുവാനായി നമ്മളോടൊപ്പം ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പിതാവിനോടൊപ്പം വിവാഹം എന്ന കുദാശയെക്കുറിച്ചും അതിൻ്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പേരാവൂർ സെൻറ് ജോസഫ്സ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളാണ്. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ നിന്ന് സഭ നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും എപ്രകാരമാണ് വിവാഹ ജീവിതത്തിലേക്ക് ഒരു കത്തോലിക്ക യുവാവും യുവതിയും പ്രവേശിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അഭിനന്ദ പിതാവിനോട് ചോദിക്കാവുന്നതാണ്. പിതാവേ, എൻ്റെ പേര് ഡെൽന. എനിക്ക് ചോദിക്കാനുള്ളത്, സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പം വിവാഹത്തിലും ഒന്നൊന്നിനേക്കാൾ താഴെയോ മേലെയോ അല്ല, രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണെന്ന് തന്നെയാണല്ലോ. പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഒക്കെ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യത്തിലും പുരുഷന് കൂടുതൽ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? ഹെൽന ചോദിച്ചത്, സ്ത്രീയെയും പുരുഷനെയും ദൈവം തുല്യതയിലാണ് സൃഷ്ടിച്ചത്, അവർ പരസ്പര പൂരകങ്ങളായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ഇന്ന് പലപ്പോഴും പുരുഷ മേധാവിത്വം വളരെ പ്രകടമാണ് എല്ലാ മേഖലകളിലും. അത് എനിക്ക് തോന്നുന്നു പുരുഷന്മാർ അതിനോട് പൂർണ്ണമായി യോജിക്കാൻ വഴിയില്ല. സ്ത്രീകളെ പേടിച്ചാണ് പല പുരുഷന്മാരും ജീവിക്കുന്നത് എന്ന് പല പുരുഷന്മാരും പറയാറുണ്ട്. സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് സ്ത്രീകളുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി അനേകം നിയമങ്ങളും വകുപ്പുകളും ഉണ്ട്. ഇന്നാൾ ആരോ പറയുന്ന കേട്ടു 32 വകുപ്പുകൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയുണ്ട്. അതേസമയം പുരുഷ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വകുപ്പുമില്ല എന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ, പക്ഷേ ഹെൽന പറഞ്ഞത് ശരിയാണ്, നമ്മുടെ സമൂഹം ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷാധിപത്യത്തെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് എന്നുള്ളത് സത്യമാണ്. അത് വിവാഹവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പല മേഖലകളിലും ഇത് പ്രകടമാണ്. സ്ത്രീയും പുരുഷനും തുല്യ വിദ്യാഭ്യാസവും ജോലിയും ഉള്ളതാണ് എങ്കിലും വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കണം എന്ന അവസ്ഥയിലേക്ക് പോകും. സ്ത്രീക്ക് നല്ല ജോലിയുണ്ട്, ഇവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എങ്കിൽ പോലും സ്ത്രീ അവന് എന്തോ കൊടുക്കണം എന്ന മട്ടിലേക്ക് ഈ സ്ത്രീധനത്തെക്കുറിച്ചുള്ള തെറ്റായ സങ്കല്പം പുരുഷാധിപത്യത്തിൻ്റെ ഒരു പ്രകടമായ രൂപമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഒരുപോലെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ വരുന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് അത്താഴം ഉണ്ടാക്കുക, രാവിലെ എഴുന്നേറ്റ പിള്ളേരെ കുളിപ്പിക്കുക, പള്ളിക്കൂടത്തിൽ പോകാൻ ഒരുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം അവൾക്ക് ഒരുങ്ങി ജോലിക്ക് പോകാൻ വേണ്ടി. ഭർത്താക്കന്മാർ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിലെ ഭർത്താക്കന്മാർ ഒരു പരിധിവരെയും ഈ ഒരു തുല്യതാബോധത്തെ കുറെ കൂടി വിലമതിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന. ഭാര്യയെ സഹായിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും അടുക്കളയിൽ പാത്രം കഴുകാനും കറിക്ക് അരിഞ്ഞു കൊടുക്കാനും ഒക്കെ സഹായിക്കുന്ന മനസ്സുള്ള ഭർത്താക്കന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഹെൽന സംഗതികൾ വളരെ ഗുണകരമായിട്ടാണ് പരിണമിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. ഇവിടെ പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്ത്രീയെ ഒരർത്ഥത്തിലും
പുരുഷനേക്കാളും താഴ്ന്നവളോ ബലഹീനയോ അല്ല. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. സ്ത്രീയെ അബല എന്നാണ് ബലം ഇല്ലാത്തവൾ എന്നൊക്കെ വിളിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷെ അത് ശരിയായ രീതിയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുക. ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിലാണ് സ്ത്രീയും പുരുഷനും സൃഷ്ടിക്കപ്പെട്ടത്. സ്ത്രീയും പുരുഷനും ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പുരുഷാധിപത്യത്തെ എങ്ങനെ നമുക്ക് നേരിടാമെന്ന് ചോദിച്ചാൽ, ഒരു പരിധി വരെയും അത് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ആൺകുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. പെങ്ങന്മാരെ, അനിയത്തിമാരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, അവരെ ആദരവോടെ നോക്കിക്കാണാൻ, അയൽവക്കങ്ങളിലെ പെൺകുട്ടികളെ ആദരവോടെ നോക്കാനും ഇടപെടാനും പഠിപ്പിക്കുക. സ്കൂളുകളിൽ, പ്രത്യേകിച്ച് പ്രൈമറി സ്കൂൾ മുതൽ പെൺകുട്ടികളെ പ്രത്യേകം ആദരവോടെ നോക്കിക്കാണാനുള്ളൊരു പരിശീലനം നമ്മുടെ ഈ പഠന മേഖലകളിലും കുടുംബ ജീവിതത്തിലും ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംസ്കാരമല്ലത്. ഈ പുരുഷാധിപത്യ സംസ്കാരം എല്ലാ മേഖലകളിലും ജീവിതത്തിൽ വേരിറക്കിയിരിക്കുന്നത് കൊണ്ട് അത് സ്വിച്ചിട്ട് മാറ്റാവുന്നത് പോലെ, ഒരു കൽപ്പന ഇറക്കിയാൽ മാറുന്നത് പോലെ മാറ്റാൻ പറ്റിയല്ല. അത് ആരംഭം മുതൽ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി അഭിസംബോധന ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ വളർന്നു വരേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. അത് ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പെൺകുട്ടികളെ കുറിച്ച് ആദരവോടെ സംസാരിക്കാൻ മാതാപിതാക്കൾ ആൺപിള്ളേരെ പഠിപ്പിക്കണം. സ്ത്രീകളെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ അവരെ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ യുവാക്കന്മാരുടെ ഇടയിൽ പലതരത്തിലുള്ള പദപ്രയോഗങ്ങളുണ്ട്. അത് പലപ്പോഴും ഒരു വ്യക്തി എന്ന മഹത്വം നിഷേധിക്കുന്ന പദപ്രയോഗങ്ങൾ യുവാക്കന്മാർ ഉപയോഗിക്കാറുണ്ട് സ്ത്രീകളെക്കുറിച്ച്, അല്ലേ? അത് യുവജനങ്ങൾ തിരുത്തേണ്ട ഒരു മേഖലയാണ്. നമ്മൾ സഹോദരിമാരായ, നമ്മുടെ ജീവിതത്തിൻ്റെ പങ്കാളികളായി ദൈവം നിശ്ചയിക്കുന്ന പെൺകുട്ടികളെക്കുറിച്ച്, യുവതികളെക്കുറിച്ച് ആദരവോടെ സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളിയുടെയും കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കുന്ന വ്യക്തികളാകുമ്പോഴാണ് നല്ല കുടുംബജീവിതത്തിൻ്റെ പാത തുറന്നു കിട്ടുന്നത്. പെൺചൊല്ല് കേട്ടാൽ പെരുവഴിയിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ പഴഞ്ചൊല്ലുകൾ മലയാളത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ പുരുഷാധിപത്യത്തെ സൂചിപ്പിക്കുന്നു. ആ ഒരു കൾച്ചറിൽ വളർന്നു വരുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ആൺകുട്ടികളെക്കാളും വളരെ ഫോർവേഡായി ചിന്തിക്കുകയും വളരെ സോഷ്യലായി ഇടപെടുകയും ചെയ്യുന്നത് പെൺകുട്ടികളാണ്. പലപ്പോഴും ഈ പുരുഷാധിപത്യം എന്ന് പറയുന്നത് അവന് നേരെ ചൊവ്വേ വർത്താനം പറയാനും അവൻ്റെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പ്രകാശനം ചെയ്യാനുമുള്ള കഴിവില്ലാത്തത് കൊണ്ട് പലപ്പോഴും കലഹിച്ചും കയ്യൂക്ക് കാണിച്ചുമൊക്കെ തൻ്റെ അധികാരം സ്ഥാപിക്കാനുള്ള ചില ദുർബല ശ്രമങ്ങളാണ് നമ്മൾ ഈ കാലഘട്ടത്തിലെ പുരുഷാധിപത്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ ഭാര്യയെ ഉപദ്രവിക്കുന്നവൻ, കയ്യേറ്റം ചെയ്യാൻ പരിശ്രമിക്കുന്നവൻ, അവര് സ്വന്തമായി കഴിവില്ലാത്തവരും ആത്മവിശ്വാസം കുറഞ്ഞവരുമായ പുരുഷന്മാരാണ്. പൗരുഷം കാണിക്കുന്നത് ഒരിക്കലും ഭാര്യയെ തല്ലിയല്ല എന്ന യാഥാർത്ഥ്യം പുരുഷന്മാരും മനസ്സിലാക്കിയാലേ ഈ പുരുഷാധിപത്യത്തിൻ്റെ സംസ്കാരം മാറ്റി സ്ത്രീ പുരുഷ സ്നേഹത്തിൻ്റെ, സമത്വത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെട്ടു വരികയുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഭർത്താവിനെ ആദരിക്കുന്നത് ഒരിക്കലും സ്ത്രീത്വത്തിന് കുറവായ കാര്യമല്ല. ഭർത്താവ് പറഞ്ഞൊരു കാര്യം അനുസരിക്കുന്നത് എൻ്റെ സ്ത്രീത്വത്തിന് എന്തോ കുറവ് സംഭവിച്ച കാര്യമാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല.
ഒരുതരം അതിരുവിട്ട ഫെമിനിസം, അതും കുടുംബജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള സത്യം സ്ത്രീകളും മനസ്സിലാക്കിയിരിക്കുക. രണ്ടുപേരും പരസ്പര പൂരകങ്ങളായി വർത്തിക്കുമ്പോഴാണ് കുടുംബജീവിതം അനുഗ്രഹീതമാകുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കും. ചിലപ്പോഴെങ്കിലും ഈ പുരുഷാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബൈബിളിൽ ആദത്തിൻ്റെ വാരിയിൽ നിന്നാണ് ഹൗവ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളൊരു വചനഭാഗം അത് പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ടല്ലോ. പുരുഷനേക്കാൾ കുറഞ്ഞവളാണ് സ്ത്രീ എന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യത അതിനകത്തുണ്ടല്ലോ. അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തിയാൽ ഇത് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് വിചാരിക്കും. യെസ്, അച്ഛൻ ചോദിച്ചത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് ബൈബിൾ എഴുതപ്പെടുന്നത് ഒരു സെമിറ്റിക് കൾച്ചറിലാണ്, ഒരു സെമിറ്റിക് പാരമ്പര്യത്തിൽ രൂപം കൊള്ളുന്നതാണ് പഴയ നിയമം എന്ന് നിങ്ങൾക്കറിയാം. സെമിറ്റിക് എന്ന് പറഞ്ഞാൽ യഹൂദ പാരമ്പര്യം. യഹൂദ പാരമ്പര്യമാകട്ടെ പുരുഷാധിപത്യത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പുരുഷൻ്റെ പ്രാധാന്യത്തെ കൂടുതൽ വിലമതിക്കുന്ന ചില ചിന്തകൾ യഹൂദ പാരമ്പര്യത്തിലുണ്ട്. പല റബ്ബിമാരുടെയും വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് സ്ത്രീയുടെ മൊഴി കോടതിയിൽ സ്വീകരിക്കാൻ പാടില്ലെന്ന്, കാരണം അവൾക്ക് ഉറപ്പില്ലാത്ത വാക്കാണ്. ഒരു റബ്ബി എഴുതിയിരിക്കുന്നത് സ്ത്രീയുടെ സാക്ഷിമൊഴിയും തെരുവിൽ കുരയ്ക്കുന്ന നായയുടെ സ്വരവും ഒരേ മൂല്യമുള്ളതാണ് എന്ന്. അത്രയ്ക്ക് പുരുഷാധിപത്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈശോ അതിനെ പുതിയ നിയമത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്. ബൈബിളിൽ സ്ത്രീയുടെ സാക്ഷ്യത്തിന് അത്ഭുതാവഹമായ മൂല്യം കൊടുത്തിട്ടുണ്ട്. ഈശോ ദൈവപുത്രനാണ് എന്ന സത്യം ഒരു സ്ത്രീയോടാണ് ദൈവം വെളിപ്പെടുത്തിയത്, അല്ലേ? മാതാവ്, പരിശുദ്ധ ദൈവമാതാവ് എന്ന കന്യകാമറിയം പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവൻ ദൈവപുത്രനാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം ആരോടാ ആദ്യം പറഞ്ഞത്? മഗ്ദലന മറിയത്തോട്, ഒരു സ്ത്രീയോടാ പറഞ്ഞത്. സ്ത്രീയുടെ സാക്ഷ്യത്തിൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസത്തെ ദൈവം രൂപപ്പെടുത്തുന്നത്. അതായത് ഈ പുരുഷാധിപത്യത്തെ തിരുത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ബൈബിൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇനി പുരുഷന്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഈ സമത്വത്തെ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന്റെ കാലയിൽ ഇവരെല്ലാം എടുത്തിരുന്നെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൾ അടിമ പണിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതായിട്ട് കരുതും. അങ്ങനെ ഭാരതീയ ചിന്തയിലുണ്ട്. ചില ജാതികൾ കാലേന്നുണ്ടായി, ചിലർ തലേന്നുണ്ടായി, ചിലർ കയ്യേന്നുണ്ടായി എന്നൊക്കെ പറയുന്നു. അതനുസരിച്ച് അവരുടെ ഗ്രേഡും നിശ്ചയിക്കപ്പെടുന്ന രീതിയുണ്ട്. പക്ഷേ ഇവിടെ പുരുഷന്റെ വാരിയൽ, ഈ വാരിയൽ എന്താണ്? ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൃദയം സ്നേഹത്തിൻ്റെ ഉറവിടമായിട്ടാണ് കരുതുന്നത്. അതായത് പുരുഷന്റെ സ്നേഹത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, അതിനെ സംരക്ഷിക്കുന്ന, ആ സ്നേഹത്തിൻ്റെ ഉറവിടമായി വർത്തിക്കുന്നത് ഈ ജീവിത പങ്കാളിയാകുന്ന സ്ത്രീയാണ്. അവൾ ശിരസിൽ നിന്നാണ് ഒരു എല്ലെടുത്തിരുന്നതെങ്കിൽ സ്ത്രീ പുരുഷന്റെ അടിമയാക്കുമായിരുന്നു. ഇത് രണ്ടുമല്ല. സൈഡിൽ നിന്ന് ഒരു എല്ലെടുക്കുമ്പോൾ അത് തുല്യതയെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ അതിന് നൽകുന്ന വ്യാഖ്യാനം. അതാണ്, ഇത് തുല്യതയുടെ വചനമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കണം എന്നാണ്. പിതാവ് ഇപ്പൊ പറഞ്ഞല്ലോ തുല്യത. അപ്പം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ബൈബിള് യഥാർത്ഥത്തിൽ ദൈവനിവേശിതമായി എഴുതപ്പെട്ടെന്നാണല്ലോ കരുതപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതപ്പെട്ട പ്രവാചകന്മാരുടെ പുസ്തകം അതെല്ലാം പുരുഷന്മാരല്ലേ? അതുപോലെ തന്നെ യേശുവിൻ്റെ വംശാവലിയിലും ഒരു 2 സ്ത്രീകൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുരുഷന്മാരല്ലേ? അപ്പോൾ ബൈബിളിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പുരുഷ ആധിപത്യം കാണിക്കുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ബൈബിളിന് ഒരു പുരുഷപക്ഷത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ശൈലിയുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, സെമിറ്റിക് പാരമ്പര്യത്തിൽ അങ്ങനെ വരികയുള്ളൂ. ദൈവനിവേശിത ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോഴും ദൈവനിവേശിതമായ പരിശുദ്ധാത്മ പ്രചോദിതമായ ആശയങ്ങൾ മനുഷ്യൻ്റേതായ ഭാഷയിലും അവൻ്റെ ശൈലിയിലും അവൻ്റെ സംസ്കാരത്തിലുമാണ് എഴുതപ്പെട്ടത്. അതുകൊണ്ട് ദൈവനിവേശിതമാകുമ്പോൾ തന്നെ ആ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും പരിമിതികൾ
വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ തിരിച്ചറിയണം. ദൈവനിവേശനത്തിനെ അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്ക് ബൈബിള് പ്രാധാന്യം കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതീവ ധീരരായ വനിതകളുടെ കഥ ബൈബിളിൽ പറയുന്നു. ഇസ്രായേൽ ജനം പകച്ചു നിന്ന വേളയിൽ ഒരു പ്രതിരോധത്തിലായവർ, മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ലാത്തപ്പോൾ ശക്തരായ 2 സ്ത്രീകൾ വരുന്നുണ്ട്, എസ്തേർ, യൂദിത്ത്, അല്ലേ? അവരുടെ നേതൃത്വം എത്രയോ അത്ഭുതാവഹമാണ്. രക്ഷാകര ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ചില അത്ഭുത സ്ത്രീകളുണ്ട്. അബ്രാഹത്തിന്റെ ഭാര്യ സാറ, ഇസഹാക്കിന്റെ ഭാര്യ റബേക്ക, യാക്കോബിന്റെ ഭാര്യ റാഹേല്, ഇവരൊക്കെയും ഈ രക്ഷാകര ചരിത്രത്തിന്റെ മാതൃസ്ഥാനം വഹിക്കുന്നവരാണ്. ബൈബിളിൽ മനുഷ്യകുലത്തിലെ ഏറ്റവും മഹനീയമായ സ്ഥാനം ആർക്കാണ് നൽകിയിരിക്കുന്നത്? ഒരു സ്ത്രീക്കാണ്. ഏത് സ്ത്രീയാ അത്? പരിശുദ്ധ കന്യകാ മാതാവ്. അവളെ വിളിക്കുന്ന എന്താണ്? ദൈവമാതാവ് എന്നാണ്. ദൈവപിതാവ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. അതേസമയം ദൈവമാതാവ് എന്ന സ്ഥാനം നൽകിയിരിക്കുന്ന ആർക്കാണ്? ഭൂമിയിൽ നമ്മളെപ്പോലെ ജീവിച്ച ഒരു സ്ത്രീക്കാണ്. അതുകൊണ്ട് ബൈബിളിനൊരു സ്ത്രീപക്ഷമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ നമുക്ക് പറയാം, ബൈബിളിന് ഒരു സ്ത്രീപക്ഷം സമാന്തരമായിട്ടുണ്ട്. ബൈബിൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുരുഷാധിപത്യ സംസ്കാരത്തിൽ ദൈവീക വെളിപാടിലെ ഈ സ്ത്രീപക്ഷം പലപ്പോഴും തമസ്കരിക്കപ്പെട്ടു പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ശിഷ്യന്മാരുടെ കാര്യത്തിൽ ഈശോ സ്വീകരിച്ചത് 12 പുരുഷന്മാരെയല്ലേ വിളിച്ചത്? അപ്പോൾ അതിലൊരു സ്ത്രീ വന്ന് പെട്ടിട്ടില്ലല്ലോ. അപ്പം ഈ സ്ത്രീപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ യെസ്, അത് ഈശോയ്ക്ക് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഈശോയെ അനുഗമിച്ചിരുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ലൂക്കാസ് വിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഈശോയെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് കൃത്യമായി അവിടെ പറയുന്നു. ആ അനുഗമനം എന്ന് പറയുന്നത് മറ്റ് 12 അപ്പസ്തോലന്മാർ അനുഗമിച്ച അതേ രീതിയിൽ തന്നെ അവരും ഈശോയെ അനുഗമിച്ചു. എന്നാൽ ഈ 12 അപ്പസ്തോലന്മാരെ ഈശോ തിരഞ്ഞെടുത്തത് കേവലം ശിഷ്യരാകാൻ വേണ്ടി മാത്രമല്ല, തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ, തന്നിലൂടെ നിറവേറ്റപ്പെടുന്ന ബലി ഈ ഭൂമിയിൽ തുടർന്ന് നിർവഹിക്കാൻ വേണ്ടി ഈശോ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു. ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവിടുന്ന് ഒരു പുരുഷനായിട്ടാണ് അവതരിച്ചത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈശോയുടെ ആ ബലിയുടെ യാഥാർത്ഥ്യത്തെ, ഈശോയുടെ വ്യക്തിത്വത്തെ ഈ ഭൂമിയിൽ ഈ ബലിയുടെ മാനത്തിൽ ഏറ്റവും കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യാൻ ഈശോ 12 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് പ്രാധാന്യമില്ല എന്നല്ല. സമറിയാക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെയും സാക്ഷ്യത്തെയും ഈശോ പ്രഘോഷിച്ചു. ഈശോ പറഞ്ഞു, എവിടെയെല്ലാം എൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഇവളും അനുസ്മരിക്കപ്പെടുമെന്ന് പറഞ്ഞു. കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല, അല്ലേ? അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രാധാന്യം. ഉത്ഥാനം ചെയ്ത ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിന്. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 ശിഷ്യരായിരുന്നു മർത്തായും മറിയവും, ഇല്ലേ? ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ ആ ബലിയുടെ ദൃക്സാക്ഷികളായി ഈശോ വിശ്വാസം അർപ്പിച്ച 12 അപ്പസ്തോലന്മാരും ഓടി രക്ഷപ്പെട്ടു. കുഞ്ഞായിരുന്ന യോഹന്നാൻ മാത്രമേ അവിടെയുള്ളൂ. ആ കുരിശിൻ ചുവട്ടിൽ യേശുവിൻ്റെ അമ്മയായ മറിയവും മഗ്ദലനാക്കാരി മറിയവും കൂസായുടെ ഭാര്യയായ മറിയവും മറ്റേ മറിയവും നിൽപ്പുണ്ടായിരുന്നു എന്ന് സുവിശേഷകൻ എഴുതുന്നു. അതിൻ്റെ അർത്ഥം ഈശോയ്ക്ക് ഈ സ്ത്രീകളോടുള്ള വലിയ ഹൃദയബന്ധത്തെ, ആഴമേറിയ ഐക്യത്തെയാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഒരു ദൗത്യം നിർവഹിക്കാൻ ഈശോ പുരുഷന്മാരെ
അവരുടേതായ ദൗത്യം നിർവഹിക്കാൻ തിരഞ്ഞെടുത്തു. സ്ത്രീകളെ അവരുടേതായ ദൗത്യത്തിനായി ദൈവം തിരഞ്ഞെടുത്തു. രണ്ടുപേർക്കും കർത്താവ് കൊടുത്ത ദൗത്യങ്ങളിൽ വ്യത്യാസമുണ്ട് എങ്കിലും രണ്ടുപേരിൽ നിന്നും ഈശോ ആവശ്യപ്പെടുന്നത് തന്നെ സ്നേഹിക്കാനും തൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാനും. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോഴും അവർ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? സ്ത്രീ സ്ത്രീയാണ്. സ്ത്രീ ആയിരിക്കുമ്പോഴാണ് സ്ത്രീത്വം ആദരിക്കപ്പെടുന്നത്. അല്ലാതെ പുരുഷൻ ധരിക്കുന്ന അതേ വേഷം ധരിച്ച് പുരുഷനെ പോലെ മീശയും ഫിറ്റ് ചെയ്ത് നടക്കാൻ സ്ത്രീകൾ ശ്രമിക്കേണ്ട കാര്യമില്ല. അതല്ല സ്ത്രീത്വത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയും. അതുപോലെ പുരുഷൻ സാരി ഉടുത്താൽ സ്ത്രീ പുരുഷ സമത്വമാകിയാൽ പുരുഷൻ പുരുഷനായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ് ഈ സമത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമത്വം എന്നത് വ്യത്യാസങ്ങളുള്ള സമത്വമാണ്. ഈ വ്യത്യാസങ്ങൾ പരസ്പര പൂരകങ്ങളും പരസ്പരം അടുക്കാനുമുള്ളത്. വിപരീത ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കും എന്ന് കാന്തത്തിൻ്റെ കുറിച്ച് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് അവരെ പരസ്പരം ആകർഷിക്കുന്നത് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സ്ത്രീ സ്ത്രീയായും പുരുഷൻ പുരുഷനായും ജീവിക്കുമ്പോഴാണ് ഈ സമത്വം ശരിക്കും സംജാതമാകുന്നത് എന്ന സത്യം കൂടി നമ്മൾ ഓർക്കണം. പിതാവേ, എൻ്റെ പേര് ഡിയോണ. ഈ വിവാഹം എന്ന ഒരു ബന്ധത്തിൻ്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരമായ ഒരു സ്നേഹം, മാനസികമായ അടുപ്പം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണല്ലോ. എന്നാൽ ഈ ഇടയായിട്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വിവാഹം കഴിക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹമോചന കേസുകളും കൂടി വരുന്നു. അപ്പോൾ ഈ പണത്തിനോടുള്ള ഇത്തരത്തിലുള്ളൊരു വ്യഗ്രത വിവാഹമോചനത്തിനുള്ള കാരണമാവാറുണ്ടോ? എന്താണ് പിതാവിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? യെസ്, ഡിയോണ പറഞ്ഞത് ശരിയാണ്. വിവാഹം പണത്തിന് വേണ്ടി മാത്രമാണ് കഴിക്കുന്നത് എങ്കിൽ ആ വിവാഹം പരിശുദ്ധ കത്തോലിക്ക സഭയുടെ വീക്ഷണത്തിൽ അസാധുവായ വിവാഹം. അങ്ങനെ ഒരു വിവാഹം നടക്കുന്നേയില്ല. കാരണം എന്താണ്? വിവാഹത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നത് സ്നേഹമാണ്. ഈ സ്നേഹം പരസ്പരം പകരുക, ജീവൻ അടുത്ത തലമുറയ്ക്ക് നൽകുക, അപ്രകാരമുള്ള ലക്ഷ്യത്തോടെ ആണ് വിവാഹത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. പക്ഷെ ആ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെച്ച് പണത്തിന് വേണ്ടി മാത്രം ഒരാൾ വിവാഹം കഴിക്കുന്നു. ഭാര്യയുടെ വീട്ടിൽ നല്ല മുതലുണ്ട്, അതുകൊണ്ട് അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തെല്ലാം അടിച്ചു മാറ്റാം, പിന്നെ അവളെ സ്നേഹിക്കേണ്ട കാര്യം. സ്വത്തുള്ള വീട്ടിൽ നിന്ന് പെണ്ണിനെ കെട്ടരുതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ആ സ്വത്തായിരിക്കരുത് അവൻ്റെ കണ്ണ് എപ്പോഴും ഭാര്യയുടെ കണ്ണിൽ തന്നെ ആയിരിക്കും. അവളെ സ്നേഹിക്കാൻ, അവളെ പരിഗണിക്കാൻ ആണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ, അവളുമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെ ആണ് അവൻ്റെ ലക്ഷ്യമെങ്കിൽ ആ വിവാഹം നല്ലതാണ്. മറിച്ച് സമ്പത്ത് മാത്രം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന യുവജനങ്ങളുടെ ദാമ്പത്യം ശരിയായ ദാമ്പത്യമല്ല, അത് സത്യത്തിൽ അസാധുവായ ദാമ്പത്യമാണ്. കാരണം എന്താണ്? അവരുടെ വിവാഹ ലക്ഷ്യം ശരിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളിലും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോടെ ഒരു വ്യക്തി വിവാഹ ജീവിതത്തിൽ ഇടപെടുന്നുവെങ്കിൽ അത് വിവാഹത്തിൻ്റെ പവിത്രതയെ ദോഷകരമായി ബാധിക്കുന്നതാണ്. പലപ്പോഴും ഈ സമ്പത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവർ പെട്ടെന്ന് വിവാഹമോചനത്തിലേക്ക് പോകും. കാരണം കിട്ടാനുള്ളതെല്ലാം കിട്ടി, ഇനിയിപ്പോൾ ഇവളെ സ്നേഹിച്ചിട്ട് എന്നാ കാര്യം എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നവരുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹത്തിൻ്റെ പരിപാവനമായ ലക്ഷ്യങ്ങളെ മറന്നുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ അറിഞ്ഞുകൊണ്ട് അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അത് വിവാഹമോചനത്തിൽ ചെന്ന് കലാശിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമ്പത്ത് വരികയും പോവുകയും ചെയ്യും, ആരോഗ്യം വരികയും പോവുകയും ചെയ്യും, സൗന്ദര്യം കുറച്ച് കഴിയുമ്പോൾ ഏതാണേലും സൗന്ദര്യം കുറഞ്ഞു തുടങ്ങും. കണ്ണൊക്കെ കുഴിഞ്ഞ് കവിളൊക്കെ ഒട്ടി ജരാനരകൾ ബാധിച്ചു തുടങ്ങും, അല്ലേ?
സൗന്ദര്യവും മങ്ങിപ്പോകുന്നതാണ്. അതൊന്നുമല്ല ആത്യന്തികമായ ലക്ഷ്യം. ദൈവം തന്ന ജീവിത പങ്കാളിയെ ദൈവതൃക്കരങ്ങളിൽ നിന്നുള്ള അമൂല്യമായ അനുഗ്രഹമായി സ്വീകരിക്കാനുള്ള മനസ്സും വിശ്വാസവുമാണ് ദാമ്പത്യത്തിൻ്റെ കരുത്ത് എന്ന് എല്ലാ യുവജനങ്ങളും മനസ്സിലാക്കും. അഭിനന്ദ പിതാവേ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, വിവാഹ ജീവിതത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നിടത്താണ്, പരസ്പര ബഹുമാനത്തോടു കൂടി ജീവിക്കുന്നിടത്താണ്, മറ്റെന്തിനേക്കാളും തമ്മിലുള്ള സ്നേഹത്തോടു കൂടി ജീവിക്കുന്നിടത്താണ് കുടുംബജീവിതം ഏറ്റവും മനോഹരമായും അതിന് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് എന്നതായിരുന്നു ഇന്നത്തെ ചർച്ചയിലെ പ്രധാന മുഖ്യപ്രമേയമായിട്ട് കടന്നു വന്നത് എന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അഭിനന്ദ പിതാവിനും തങ്ങളുടെ സംശയങ്ങൾ പങ്കുവച്ച പ്രിയപ്പെട്ട യുവജനങ്ങൾക്കും ഏറെ ഹൃദ്യമായ നന്ദി.